എനിക്കും ചായ പറയട്ടെ. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ചേട്ടാ 2 ചായ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ നീ എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞു മടുത്തു. എൻ്റെ വീട്ടിൽ എൻ്റെ കല്യാണാലോചന തുടങ്ങി. നീ ഇപ്പോഴല്ലേ സീരിയസ് ആവണം? എനിക്കിനി പറ്റത്തില്ല. നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? പപ്പയും ചേട്ടനും കൂടെ തീരുമാനിച്ചെൻ്റെ കല്യാണം. ഇനി എനിക്കൊന്നും പറ്റത്തില്ല. ഇത് പറയാനാണ് ഞാൻ വന്നേ. ഞാൻ പോവാ. ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് കുബൻ കഫേയിലാണ്. ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഫേമസ് ആണ്. നമുക്കപ്പോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വയറിലവനൊരു സാധനം കിട്ടി. ഹലോ, എന്താടാ? എടാ, നിന്നെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തുട്ടാ. അതെന്താ പറ്റിയേ? നിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫയൽ അടുത്ത കമ്പനിക്ക് ഷെയർ ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എടാ, ഒരു മിനിറ്റ്, അമ്മ വിളിക്കുന്നു. ഇപ്പോൾ വിളിക്കാവേ തിരിച്ച്. ഹലോ അമ്മേ. എടാ മോനെ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അമ്മേ. എന്തു പറ്റി? നാളെയാണ് അനിയത്തിയുടെ ഫീസ് അടയ്ക്കേണ്ട ദിവസം. നിനക്ക് ഓർമ്മയില്ലേ? എടാ, മറക്കാണ്ട് കൊടുക്കണേ. പിന്നെ റൂമിലെത്തിയിട്ട് എന്നെ വിളിക്കണം കേട്ടോ. അമ്മേ, ഞാനത് ശരിയാക്കിയിട്ട് ഞാൻ അമ്മേനെ വിളിക്കാം. എന്നാ ശരി മോനെ. ഹലോ. ഇവിടെ നീ ഫോൺ വിളിച്ചിട്ട് എന്തെടുക്കാത്തേ? അത് മൊത്തം പ്രശ്നമാണ്. നീ എവിടെ പോയി എടുക്കാണ്? എന്തു പറ്റിയേ? അതുണ്ടോ, നീ ഏത് ഇൻഫ്ലുവൻസിനെ കയറി പിടിച്ചെന്ന് പറയണ? നീ ഒരുത്തിയുടെ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം ആകെ വൈറലായിട്ടുണ്ട്. നീ ആരെ കയറി പിടിച്ചു നോക്കും? നീ ഫോൺ എടുത്ത് നോക്കൂ. ഓക്കെ അല്ലേടോ? ഇങ്ങനൊക്കെ ചെയ്യാനും മാത്രം എന്താണ് തൻ്റെ ലൈഫിൽ പറ്റിയേ? എനിക്കത് പറയാൻ പറ്റുന്നില്ല. ലൈഫ് മൊത്തം ഡാർക്കാണ്. ഐ ഫീൽ നത്തിങ്നെസ്. ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും മോശമായ സിറ്റുവേഷനിലേക്ക് കടന്നു പോകുന്നത്. ജീവിതം മടുത്തു. ജീവിതം പലപ്പോഴും എങ്ങനെയാ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പലതും നമുക്ക് നഷ്ടമായേക്കാം. പക്ഷെ അതേ കാലം ഒരു നാൾ അതിനേക്കാൾ മനോഹരമായ പലതും നമുക്ക് തിരിച്ചു തരും. അതിനായി ജീവിക്കടോ, സന്തോഷിക്കടോ. നീയിപ്പോൾ എന്താ പരിപാടി? ഞാൻ വീട്ടിലോട്ട് പോകാം. ഞാൻ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം.
ഓ ചേച്ചി നേഴ്സായിരുന്നല്ലേ? നിന്റെ ഒരു നിമിഷത്തെ തീരുമാനം നീ പോലും അറിയാതെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായി നീ കണ്ടില്ലേ? നീ നേരത്തെ എടുത്ത തീരുമാനം മാറ്റിയില്ലായിരുന്നേ നിന്റെ ജീവിതവും അതേ ആ പയ്യൻ്റെ ജീവിതവും നിന്റെ അമ്മയുടെ ജീവിതവും ഒക്കെ അവിടെ തകർന്നേനെ. ഹലോ, നീ വീട്ടിലെത്തിയാ? ഞാൻ വീട്ടിലേക്ക് പോകുന്നോണ്ടിരിക്കും അമ്മേ. നിന്റെ പ്രശ്നങ്ങൾ എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി. സെറയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ എന്തായാലും ഒരു ദിവസം വീട്ടിലോട്ട് ഇറങ്ങാൻ, നമുക്ക് ബാക്കിയൊക്കെ തീരുമാനിക്കാം. നീ ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. ആണോ? ആ അമ്മേ, ഞാൻ വന്നേക്കാട്ടോ. പിന്നെ അനിയത്തിയുടെ ഫീസ് ഞാൻ അടച്ചോളാവേ. എടാ, നീ റൂമിലെത്തിയപ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ. ആ അമ്മേ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താടാ? എടാ അതില്ലേ, നിന്റെ ടെർമിനേഷൻ കമ്പനി പിൻവലിച്ചുട്ടാ. നിന്നെ പൂട്ടാൻ വേണ്ടി ആ ചാർലി ചെയ്തൊരു പരിപാടി മാത്രമാണ് അത്. സംഗതി കമ്പനിക്കൊക്കെ മനസ്സിലായി നീ ഒന്നും ചെയ്തിട്ടില്ലാന്ന്. പിന്നെ മറ്റേ ഇൻഫ്ലുവൻസറിൻ്റെ കാര്യം, അവൾക്ക് വൈറലാകാൻ വേണ്ടി വെറും ബലിയാടാക്കിയാണ് നിന്നെ. അവൾക്കെതിരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വേണ്ടടാ. ഏയ്, അതൊന്നും വേണ്ടടാ. കഴിഞ്ഞത് കഴിഞ്ഞു. നാളെ നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. ആടാ ശരി, നമുക്കാണ് ഓഫീസിൽ വെച്ച് കാണാം. ഓക്കേടാ. ഒന്നോർത്ത ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരുടെയും കാര്യം. എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, എന്തെല്ലാം സ്വപ്നങ്ങളാണ് നമുക്കൊക്കെ. എല്ലാം നേടിയത് ആരാണ് ഇവിടെ?